ഇത് മാങ്ങ ഉപയോഗിച്ച് ചെയ്യുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഇതിന് മാങ്ങാപ്പരക്ക് എന്നാണ് പറയാറ്. വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എങ്കിൽ ഇതിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്ന് കമന്റ് ചെയ്യണേ. സാധാരണയായി നാട്ടുമാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ മാങ്ങാപ്പരക്ക് ഉണ്ടാക്കുക. പക്ഷേ എങ്കിൽ അതിപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആകണമെന്നില്ലല്ലോ. ഇത് എൻ്റെ വീട്ടിൽ നമ്മളെ മാവുമ്പിൽ ഉണ്ടാകുന്ന മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പച്ചയായിരിക്കുമ്പോൾ ഭയങ്കര പുളിയാണ്, കഴിക്കാൻ പോലും പറ്റാത്ത പുളിയാണ്. പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, വേറൊരു ലെവൽ ടേസ്റ്റാണ്. ഇങ്ങനത്തെ മാങ്ങ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് പഴുത്ത് കഴിയുമ്പം ആദ്യച്ചക്കയിലും പോലെ ഒരു പിങ്കിഷ് റെഡ് കളറായിട്ട് വരും. നിങ്ങളിത് നാട്ടുമാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് തൊലിയോടുകൂടി നീളത്തിൽ അരിഞ്ഞിട്ടാൽ മതി. എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ വലിയ സൈസിലുള്ള മാങ്ങയാണെങ്കിൽ പഴുത്ത മാങ്ങയുടെ തൊലി കളഞ്ഞ് സ്ക്വയറായി മുറിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇത് പുളിയിഞ്ചിയൊക്കെ പോലെ എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം ചേരുന്നൊരു ഡിഷാണല്ലോ. അപ്പോൾ നമുക്കിത് വെറുതെയും കഴിക്കാം, ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. ഞാൻ ആദ്യം മുറിച്ചിട്ടത് ചെറിയ പുളിയുള്ള പഴുത്ത് വരുന്ന മാങ്ങയാണ്. കുറേ പഴുത്ത മാങ്ങയുടെ കൂടെ ഇതേപോലെ പഴുത്ത് വരുന്ന ചെറിയ പുളിയുള്ള മാങ്ങയും കൂടെ ചേർത്താൽ നമ്മുടെ ഡിഷിനൊരു പുളി രസം കൂടെ കിട്ടും. ഈ മാങ്ങാപ്പരക്ക് കഞ്ഞിക്ക് അല്ലെങ്കിൽ ചോറിന് സൈഡ് ഡിഷായിട്ട് കൊടുക്കുമ്പോൾ സ്ക്വയറായിട്ട് മുറിക്കുന്നതിന് പുറമെ ഞാൻ ഈ കാണിച്ചത് പോലെ മാങ്ങയുടെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നീളത്തിലും ചെറിയ പീസസൊക്കെ കട്ട് ചെയ്തിടുവാണെങ്കിൽ നമ്മുടെ മാങ്ങാപ്പരക്ക് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഗ്രേവി ടൈപ്പായിട്ട് കിട്ടും. ഇത് വെറുതെ ഫോർക്ക് കൊണ്ട് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് സ്ക്വയറായിട്ട് മാത്രം മുറിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. മാങ്ങ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ടുന്ന വറ്റൻ മുളക് നമുക്ക് റെഡിയാക്കാം. വിറകടുപ്പിൻ്റെ കനലിൽ മുളക് ചുട്ടെടുക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കത് വലിയ പരിചയമില്ല, കരിഞ്ഞു പോകും. അതുകൊണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് മുളകിട്ടിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മിക്കവാറും മുളകെല്ലാം ചീനച്ചട്ടിയിലിട്ട് അത് ചൂടാകുമ്പം അതിങ്ങനെ പൊങ്ങി വരും. ഇതങ്ങനെ വന്നിട്ടില്ല, എന്നാലും ഞാനിത് അതിൻ്റെ സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട്. വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ അത് ചുട്ടിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി അഥവാ ഇല്ലെങ്കിൽ ഇതേ രീതിക്ക് മുളക് പൊടി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടും ഉപയോഗിക്കാം. മുളക് പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഡിഷിന് എരിവും അധികമായി പോലെ കഴിക്കാൻ പറ്റില്ല. ഒരു ഉപ്പും മധുരവും അതൊരു ബാലൻസ്ഡ് ആകുന്ന രീതിയിൽ ഒരു പേരിനൊരു എരിവേ വേണ്ടു, അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് എടുക്കുന്നുണ്ട്, അതുപോലെ ആവശ്യത്തിന് ഉപ്പും. ഞാനിത് കല്ലിൽ അരച്ചിട്ടാണ് കാണിക്കുന്നത്. മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടും ചെയ്തെടുക്കാം. ആദ്യം നമ്മുടെ വറ്റൽമുളക് ചുട്ടത് അരച്ചെടുക്കണം. ഞാനിവിടെ അതിന്റെ കുരുവൊക്കെ അരിയുന്ന രീതിയിലാണ് അരച്ചെടുക്കുന്നത്. വളരെ റെയറായിട്ട് ആൾക്കാർ കല്ലിൽ നിന്നൊക്കെ പരക്കാറുള്ളൂ എന്ന് തോന്നുന്നു. ഞാനും കുറേ കാലത്തിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പൊടിയുപ്പാണെങ്കിൽ അതായാലും മതി. അതും കൂടി ഒന്ന് മുളകിൻ്റെ കൂടെ അരച്ചെടുക്കാം. ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്, ഇത് വേറെ ഏതെങ്കിലും രീതിക്കൊക്കെയാണ് ഉണ്ടാക്കാറ് എങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ അതിലേക്ക് കടുകാണ് അരച്ച് ചേർക്കേണ്ടത്. കടുക് അരക്കുമ്പോൾ ഫൈനായിട്ട് അരക്കരുത്. എല്ലാ കടുകും ഒന്ന് പൊട്ടുന്ന രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. മിക്സിയിലൊക്കെയാണ് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ കടുക് ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് ക്രഷ് ചെയ്ത് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഫൈനായിട്ട് അരഞ്ഞു പോകരുത്. മിക്സിയിലാകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കടുകിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഇത് കല്ലിൽ നിന്നൊക്കെ അരച്ചെടുത്തതായതുകൊണ്ട് ഞാനിത് കൈ വെച്ചിട്ട് തന്നെയാണ് മാങ്ങയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പൊടിയുപ്പും കുറച്ച് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മാങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് ജ്യൂസി ആയിട്ടുള്ള പീസസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തതുകൊണ്ട് കഞ്ഞിക്കും ചോറിനൊക്കെ സൈഡ് ഡിഷ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ ഈ മാങ്ങാപ്പരക്ക് ആയിട്ടുള്ളത്. ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ പീസസ് മാത്രം ആക്കിയിട്ട് ഇതേ രീതിക്ക് ചെയ്തെടുത്താൽ മതി. മാങ്ങാപ്പരക്ക് റെഡിയായി, എത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടി കണ്ടു നോക്കാനും ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം.